ഇറാൻ എന്ന വളരെ ചരിത്രപ്രസിദ്ധമായ സംസ്കാരവും രാഷ്ട്രീയ പരിചയവുമുള്ള ഒരു രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന സയോണിസ്റ്റ് രാഷ്ട്രത്തിന്റെ താല്പര്യം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഷീ സുന്നി വ്യത്യാസത്തിനേക്കാളും അപ്പുറം ഇസ്ലാമിക ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശയമായി ഷഹാദത്ത് മാറി എന്നുള്ളത് കൊണ്ടാണ് ഈ അമേരിക്കൻ ഫോറിൻ പോളിസി എക്സ്പെർട്ടുകളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എൽക്കാലത്തും അവർക്ക് പറ്റുന്ന ഒരു എനിമിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാമ ഇക്ബാലിനെ പോലുള്ള കവികൾ ഹർ കർബലെ കെ ബാദ് ഇസ്ലാം സിന്ദാ ഹോത്താ ഹെ എന്ന രീതിയിലുള്ള കവിതകൾ എഴുതുന്നത്. ഈ ഇറാൻ അറ്റാക്കിന്റെ പ്രധാന കാരണവും ഫലസ്തീൻ തന്നെയാണ്. ഇസ്രായേലി താല്പര്യങ്ങൾക്ക് ഒത്തുനിൽക്കുക എന്നത് ഇപ്പോൾ GCCയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ന്യൂ നോർമലായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ. ഇത് നമ്മളോടൊപ്പം ടൈം ലൈൻ കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞുമാണ്. അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ JBS സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഫാക്കൽറ്റിയാണ്. ടൈം ലൈൻ കോൺവെർസേഷനിലേക്ക് സ്വാഗതം ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യയിലെ പല പ്രമുഖ യൂണിവേഴ്സിറ്റികളിലും ഡൽഹിയിലെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, അസാമിലെ ഗോഹട്ടി യൂണിവേഴ്സിറ്റി, ഇപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞു ഒരു പശ്ചിമേഷ്യൻ വിദഗ്ധനാണ്. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷമാണ് ഇറാനും US ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള സംഘർഷമാണ് ഇന്ന് നമ്മൾ ഈ സംഭാഷണത്തിന് ഇരിക്കാനുള്ള കാരണം. ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞു, താങ്കളുടെ വീക്ഷണത്തിൽ ഇപ്പോൾ എന്താണ് പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടാണ് നിലവിലെ സംഘർഷം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇറാൻ എന്ന വളരെ ചരിത്രപ്രസിദ്ധമായ സംസ്കാരവും രാഷ്ട്രീയ പരിചയവുമുള്ള ഒരു രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന സയോണിസ്റ്റ് രാഷ്ട്രത്തിന്റെ താല്പര്യം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1979 അതുവരെ അമേരിക്കൻ ഇസ്രായേൽ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടിരുന്ന റിസാ ഷാ പഹ്ലവിയുടെ പഹ്ലവി ഡൈനാസ്റ്റി ഇല്ലാതാവുകയും അല്ലെങ്കിൽ ഇല്ലാതാക്കുകയും ഇസ്ലാമിക് റവല്യൂഷൻ എന്ന പേരിൽ ആയത്തുള്ള റൂഹുല്ല ഹുമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന ആ റവല്യൂഷന് ശേഷം അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന രാഷ്ട്രം, ആധുനിക രാഷ്ട്രം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിൻ്റെ കൂടെ പ്രാദേശിക തൽപര ശക്തികളുടെയും സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പതിറ്റാണ്ടുകളായി ഇറാനെതിരെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്നെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 1980 മുതൽ 88 വരെയുള്ള ആദ്യത്തെ ഗൾഫ് വാറും അതിനുശേഷം അന്നു മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പലവിധ എക്കണോമിക് സീജുകളും അതിൻ്റെ ഒരു പിന്നാമ്പുറ കഥകളാണ്. അതിനുശേഷം ഇതുവരെയും ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാത്ത രാഷ്ട്രമെന്ന നിലയിൽ അവസാനത്തെ ഒരു ശ്രമം എന്ന നിലയിലാണ് ഇസ്രായേൽ അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ ഒരു ആക്രമണത്തിലേക്ക് തുനിഞ്ഞത്. അതാണ് ഈ ഒരു സംഭവത്തിന്റെ പ്രധാന കാരണം. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷത്തിന്റെ ഭാവി എന്താണ്? ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ യൂണിലാറ്ററൽ ആയിട്ട് US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ അതിന് റിറ്റാലിയേഷൻ എന്നുള്ള നിലയിൽ ഇസ്രായേലിനെയും ആക്രമിക്കുന്നു, അതുപോലെ തന്നെ US ബേസുകളെയും ആക്രമിക്കുന്നു. ഇപ്പോൾ അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാതെ, അതായത് ലക്ഷ്യങ്ങൾ നേടാതെ ഈ ഒരു ആക്രമണം അവർ നിർത്തില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇസ്രായേലും ഏതാണ്ട് അതേ നിലപാട് തന്നെയാണുള്ളത്. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ സംഘർഷം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വിഷയത്തിന്റെ ആദ്യത്തെ പ്രശ്നം പ്രാദേശികമായ ഒരു രാഷ്ട്രീയ സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് തന്നെ ഇറാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വാൺ ചെയ്തത്, മുന്നറിയിപ്പ് നൽകിയത്, എങ്ങാനും അവസാനത്തെ 12 ദിവസത്തെ അറ്റാക്കിന് ശേഷം ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്ങാനും ഇസ്രായേലും അമേരിക്കയും ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ പോലെ ആവുകയില്ല, വൈകുകയില്ല എന്നും ഇനി അതിൻ്റെ അവസാനം ഒരു ചർച്ചകളും ഉണ്ടാവുകയില്ല എന്നും ഈ ഒരു അറ്റാക്കിന്റെ അവസാനം തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കും എന്നും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ ചുറ്റുപാടുമുള്ള അമേരിക്കയുടെ GCC ഭാഗങ്ങളിലുള്ള സൈനിക ക്യാമ്പുകളിലും അവരുടെ പലതരത്തിലുള്ള സാന്നിധ്യത്തിലും ഡിപ്ലോമാറ്റിക്കായ സ്ഥാപനങ്ങളിലോ അല്ല
മിലിറ്ററി പരമായ സ്ഥാപനങ്ങൾ എല്ലാത്തിലും ശക്തമായ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു മുന്നറിയിപ്പ് വകവെക്കാതെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി അറ്റാക്ക് നടത്തിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസത്തെ അറ്റാക്കിന് പോലെ ഒരു 2-3 ദിവസം വെയിറ്റ് പോലും ചെയ്യാതെ അതേ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ GCC ഭാഗത്തെ വിവിധ ക്യാമ്പുകളിലേക്ക്, അവരുടെ നേവൽ ബേസുകളിലേക്ക് അറ്റാക്ക് നടത്തി എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു തരത്തിലുമുള്ള അറ്റാക്കിനെയും അംഗീകരിക്കാതെ ഒരു സർവൈവൽ, അതിജീവനത്തിന്റെ രാഷ്ട്രീയം എന്നതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണുവാൻ കഴിയുന്നത്. രണ്ടാമതായി ഇവിടെ അവസാനം ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, അല്ലെ ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇനിയും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണം, യുദ്ധമല്ല ഈ ഒരു അറ്റാക്ക് നീട്ടിക്കൊണ്ടു പോകണമെന്നാണ്. പക്ഷേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നീട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് വലിയ താല്പര്യമില്ല എന്ന് പലവിധ പ്രസ്താവനകളിൽ നമുക്ക് കാണാം. പക്ഷേ ഇസ്രായേൽ ഇറാനിനെ ഇല്ലാതാവുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇറാൻ പോലുള്ള ഒരു ശക്തിയെ ഈ ഭാഗത്തു നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യണമെന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇറാൻ ഒരിക്കലും ഈ ഒരു തീരുമാനത്തിന് കൂട്ടുനിൽക്കുകയില്ല. കാരണം പല ഇറാനിന്റെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്ന് വന്ന പല പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എങ്ങാനും ഇറാൻ ഈ ഒരു അറ്റാക്കിന് അവർ കുമ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ, തലകുനിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇതുപോലൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഇതുപോലൊരു പ്രതിരോധം മുസ്ലിം ലോകത്തു നിന്ന് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന രീതിയിലുള്ളൊരു പ്രസ്താവന നമുക്ക് ഇറാൻ നേതൃത്വത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്രയും കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കപ്പുറവും ഇസ്രായേൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ട ഇറാൻ ഇനിയും അവരുടെ താല്പര്യങ്ങൾക്ക് തലകുനിച്ചു കൊടുക്കും എന്നതിൽ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല. ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചുകൊണ്ടിട്ടാണ് ഇസ്രായേലും US-ഉം ഈ ആക്രമണ പരമ്പര തുടങ്ങിയത് തന്നെ. അതിനുശേഷം ലോകത്തുണ്ടായിട്ടുള്ള പല പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുടെയും ഒരു സ്വഭാവം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനിലെയും അല്ലെങ്കിൽ ഷിയ വിശ്വാസികളുടെയും ഷഹാദത്ത് അല്ലെങ്കിൽ കർബല അല്ലെങ്കിൽ ഇമാം ഹുസൈൻ ഇതുപോലുള്ള ഒരുപാട് ടേമുകളാണ് നമ്മൾ ഇപ്പം നിലവിൽ മുന്നിൽ കാണുന്നത്. ഇത് എത്രത്തോളം ഒരു ഷിയ ഇഷ്യൂ ആണ്, ഇത് എത്രത്തോളം ഒരു മുസ്ലിം ഇഷ്യൂ ആണ്? താങ്കൾ ആ ഒരു ഡൈക്കോട്ടമി, ഇതിനെ ഒരു മുസ്ലിം ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഷിയ ഇഷ്യൂ ആയി കാണുന്നതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നാമത് ഇറാന്റെ ചരിത്രം അതൊരു ഷിയഈ പൊളിറ്റിക്കൽ തിയോളജിയുമായി വളരെ നേരിട്ട് ബന്ധമുള്ളതാണ്. 1501 ഇറാനിൽ സഫവി ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നത് മുതലാണ് ഇറാൻ ഭാഗത്തെ ഷിയഈ പൊളിറ്റിക്കൽ തിയോളജി എന്നത് വളരെ ശ്രദ്ധാപൂർവമായ ഒരു വിഷയമായി മാറുന്നത്. സഫവി ഡൈനാസ്റ്റി ആദ്യമായി ഇറാൻ ഭാഗത്ത് രൂപപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മൊണാർക്കിയാണ്, ഒരു ഡൈനാസ്റ്റിയാണ്. അന്നു മുതൽ ഇന്ന് വരെയും ഇറാനിനെ ഭരിക്കുന്നത് ഷീ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള വിവിധ ഭരണവർഗങ്ങളാണ്. അത് പഹ്ലവി ഡൈനാസ്റ്റി ആണെങ്കിലും ഷീ ഡൈനാസ്റ്റി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിന്റെ പ്രത്യേക ജിയോഗ്രഫി, അവിടുത്തെ ഡെമോഗ്രഫി എല്ലാം മുന്നിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ ഷീ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്ന ജനവും ഭരണവും തന്നെയാണ്. 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറഞ്ഞ പേരിൽ ഇറാൻ സ്ഥാപിക്കപ്പെടുന്നതും ഷിയഈ സിംബലുകളും രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം, അതായത് ഇസ്ലാം ഒരു മുസ്ലിം എന്നതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു ഷിയഈ എന്ന രണ്ട് വിഷയം ഒരുപോലെ ചേർന്ന് വരുന്നത് കാണാം. 1979 ഇറാൻ രൂപീകരണ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ലാ റഅ്സുമാലിയ വലാ ശുഈയ അൽ ഇസ്ലാമിയ എന്ന മുദ്രാവാക്യമായിരുന്നു. അതായത് മുതലാളിത്തവുമല്ല കമ്മ്യൂണിസവുമല്ല, ഇസ്ലാമാണ് എന്ന രീതിയിൽ ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട്, എന്നാൽ ഷിയഈ രാഷ്ട്രീയ മത നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു വിപ്ലവ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആധുനിക ഇറാൻ രൂപപ്പെട്ടത്. ഒരേപോലെ തന്നെ ഇസ്രായേലിന് അവിടെ ഷിയഈ എന്നോ സുന്നി എന്നോ വ്യത്യാസമില്ല. അമേരിക്കയ്ക്കും ഫോറിൻ പോളിസിക്കോ അല്ലെങ്കിൽ സയണിസ്റ്റ് ശക്തിക്കോ ഒന്നോ ഇതൊരു സെക്ടേറിയൻ ഡൈമെൻഷൻ ആയിട്ടല്ല അവരതിനെ കാണുന്നത്. ഒരു മുസ്ലിം ഭരണം, അവരുടെ അധികാരത്തെ എതിർക്കുന്ന മുസ്ലിം ഭരണം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ സ്വാഭാവികമായും അവിടെ ഒരു ഷിയഈ റെപ്രസെന്റേഷൻ ഉണ്ടാകുന്നു എന്നതാണ് സത്യം. നേരത്തെ ഇവിടെ ചോദ്യം ചോദിച്ചതുപോലെ ഷഹാദത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്
സുന്നി വിഭാഗത്തെക്കാളും ശക്തമായി ഷീ പൊളിറ്റിക്കൽ തിയോളജിയിൽ വളരെ രൂഢമൂലമായ ഒരു കൺസെപ്റ്റാണ്. കാരണം കർബല സംഭവം അല്ലെങ്കിൽ അതിനു മുമ്പ് ഹസ്രത്ത് അലി, ഇമാം അലിയുടെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വവും അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരക്കുട്ടി അദ്ദേഹത്തിന്റെ മകൻ ഹുസൈനിന്റെ രക്തസാക്ഷിത്വവും ഷീ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാമ ഇക്ബാലിനെ പോലുള്ള കവികൾ ഹർ കർബലെ കെ ബാദ് ഇസ്ലാം സിന്ദാ ഹോത്താ ഹെ എന്ന രീതിയിലുള്ള കവിതകൾ എഴുതുന്നത്. അതായത് ഓരോ കർബലയ്ക്ക് ശേഷവും അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ സംഭവങ്ങൾക്ക് ശേഷവും ഇസ്ലാം വിജയിച്ചു തന്നെ നിൽക്കുമെന്ന് പറയുന്ന ഒരു ആശയം കവിതകളിലേക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ വളരെ സുന്നി ലോകത്തെ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ പ്രത്യേകിച്ച് മൗലാന മൗദൂദിനെ പോലുള്ള ആൾക്കാർ ഷഹാദത്ത് ഇമാം ഹുസൈൻ എന്ന പേരിൽ രചനകൾ നിർവഹിക്കുവാനും അതിന് കാരണം അതൊരു ഷീ സുന്നി വ്യത്യാസത്തിനേക്കാളും അപ്പുറം ഇസ്ലാമിക ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശയമായി ഷഹാദത്ത് മാറി എന്നുള്ളത് കൊണ്ടാണ്. അത് പ്രധാനമായ കാരണം ഈ ഒരു ആശയത്തിൽ നിന്ന് തന്നെയാണ് ഷിയഈ വിഭാഗം അവരുടെ പൊളിറ്റിക്കൽ തിയറിയുടെ അടിസ്ഥാനമായി ഷഹാദത്ത് സ്വീകരിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ ഈ ഇസ്നാ അശരികൾ എന്ന് വിളിക്കുന്ന വിഭാഗമാണ് ഇറാനെ ഭരിക്കുന്നത്. അവരുടെ ചരിത്രത്തിലെ പല ഇമാമുമാരും കൊലയപ്പെട്ടതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവർ പിൽക്കാലത്ത് ഈ ഇമാമുമാരുടെ രക്തസാക്ഷിത്വത്തെ ഷഹാദത്തിനെ അവർ പ്രധാന ഊർജമായും സോഴ്സായും കൊണ്ടു നടന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖാംനയുടെ ഈ വധവും ഷഹാദത്തായി മാറുകയും ഇനി വരും കാലങ്ങളിൽ ഷീയകളുടെ പൊതുവായ രീതി അനുസരിച്ചുകൊണ്ട് ഈ രക്തസാക്ഷിത്വം അവർക്ക് കൂടുതൽ ഊർജം നൽകുകയും അവരുടെ ഭരണ സംവിധാനവും അവരുടെ ചിന്താരീതികൾക്ക് കൂടുതൽ പ്രാബല്യം നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കൻ ശക്തികളുടെ ഒരു സെക്ടേറിയൻ പൊളിറ്റിക്സ് ഈ ഒരു വിഷയത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, അതായത് ഇന്നലെ രാത്രി അമേരിക്കയിൽ പലതരത്തിലുള്ള സെനറ്റിന്റെയും കോൺഗ്രസിന്റെയും പല മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതില് സെനറ്റിൽ ഒരു ക്ലാസിഫൈഡ് ബ്രീഫിംഗ് നടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്ന റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള ലിൻസി ഗ്രഹാം എന്ന് പറയുന്ന ഒരു സെനറ്റർ പറഞ്ഞൊരു സംഗതി, ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നി ഭൂരിപക്ഷമുള്ള സൗദിയെ ഒതുക്കുവാനും അവിടെ ഒരു ഷീയി ഭരണത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് ശ്രമിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ലിൻസി ഗ്രഹാം സംസാരിച്ചത്. എന്റെ ചോദ്യം, അമേരിക്കൻ ഫോറിൻ പോളിസിയും അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പബ്ലിക് കോൺവെർസേഷനും ഇതിനെ ഒരു ഷിയ സുന്നി പ്രോബ്ലം ആയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? ഈ സെക്ടേറിയൻ പൊളിറ്റിക്സ് ഇറാൻ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ തന്നെ സജീവമായ ഒരു കാര്യമാണ്. പ്രധാനമായും ഈ ഒന്നാമത്തെ ഗൾഫ് വാർ പശ്ചാത്തലത്തിൽ അമേരിക്ക കൊണ്ടുവന്ന ഒരു പോളിസിയാണ് കണ്ടെയ്ൻമെന്റ് പോളിസി. സ്റ്റേറ്റുകളെ അവരവരുടെ സമ്മർദ്ദ അവസ്ഥയിൽ ഇടുകയും പരസ്പരം തല്ലിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം പണ്ട് മുതലേ അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ഒരു നയമാണ്. അതിൽ അവർ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്. മുമ്പ് സദ്ദാം എന്ന് പറയുന്ന സുന്നി ഭാഗത്തുള്ള ഒരു ഭരണകർത്താവിനെ ഉപയോഗിച്ചുകൊണ്ട് 8 വർഷം നീണ്ട യുദ്ധത്തിലൂടെ ഇറാനെ തളർത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ട് രാഷ്ട്രങ്ങളും ദുർബലമായി മാറി എന്നതല്ലാതെ അത് ഇറാനെ തളർത്തുവാൻ അമേരിക്ക കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഈ അമേരിക്കൻ ഫോറിൻ പോളിസി എക്സ്പെർട്ടുകളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എൽക്കാലത്തും അവർക്ക് പറ്റുന്ന ഒരു എനിമിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, അമേരിക്കയുടെ അവരുടെ ഒരു ഉത്ഥാനത്തോടു കൂടി 1945 മുതൽ പിന്നീട് ഇങ്ങോട്ട് USSRന്റെ പതനം വരെ ഒരു ശീതയുദ്ധ കാലഘട്ടമായിരുന്നല്ലോ. അന്ന് റെഡ് എന്ന് പറയുന്നത്, ചുവപ്പ് എന്ന് പറയുന്ന ഒരു എനിമിയായി, ഒരു ശത്രുവായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് USSRന്റെ പതനം സംഭവിക്കുന്നത് ഗ്രീൻ എന്നത് ശത്രുവായി മാറുന്നു. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നത് സാമുൽ പി ഹണ്ടിങ്ടണിനെ പോലുള്ള വലിയ ബുദ്ധിജീവികളെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തിയറികൾ ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ രൂപപ്പെടുന്നത് നമുക്ക് കാണാം. ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ സാമുൽ പി ഹണ്ടിങ്ടൺ പൊതുവായി പറഞ്ഞു വെക്കുന്നത് അത് അമേരിക്കയും പലവിധ നാഗരികരുടെ സംഘടനമാണ് നടക്കുന്നത്, അവസാനം അത് അമേരിക്കയും ഇസ്ലാമിക നാഗരികതയും തമ്മിലുള്ള സംഘടനമാവും എന്ന രീതിയിലാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആക്സസ് ഓഫ് ഈവിൾ എന്ന രീതിയിൽ ഇറാനിനെ ശത്രുതയുടെ മുന്നിൽ, അതായത് പൈശാചികതയുടെ അച്ചുതണ്ട് എന്ന നിലയിൽ ഇറാനിനെ ചിത്രീകരിക്കുകയും ആ അമേരിക്കൻ വിരുദ്ധരായ ബ്ലോക്കിന്റെ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്തുള്ള പ്രധാന എപ്പിസെന്ററായി ഇറാനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക്
ഈ പറയുന്ന എല്ലാ നാടുകളും വെല്ലുവിളികളാണ്. സൗദി അറേബ്യയ്ക്ക് അവരുടേതായ ഒരു സോഫ്റ്റ് പവർ ഉണ്ട്, അവരുടേതായ ഒരു ഡിപ്ലോമസി ഉണ്ട്, അവരുടേതായ മുസ്ലിം ലോകത്തുള്ള ഒരു പവറുണ്ട്. ആ പവറിനെ അണ്ടർമൈൻ ചെയ്യുകയും എന്നാൽ സൗദിനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ഒരു വെല്ലുവിളി തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സലഫി കാഴ്ചപ്പാടുകളിലൂടെ ഷിയഈ വിരുദ്ധ രചനകൾക്ക് കൂടുതൽ പ്രാബല്യം നൽകുകയും അങ്ങനെ അത് കൂടുതൽ ഒരു ഇറാൻ എന്നത് ഒരു മുസ്ലിം ലോകത്തെ തന്നെ ഒരു ത്രെട്ടായി ചിത്രീകരിക്കുകയും ചെയ്യുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നം കത്തിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ഇറാനാണെന്നും ഇറാൻ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നും തരത്തിലുള്ള സലഫി വ്യാഖ്യാനങ്ങൾക്ക് പോലും പ്രാബല്യം വരുന്നത് ഈ പശ്ചാത്തലത്തിലും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇറാനെ അരികുവൽക്കരിക്കുക, അതോടുകൂടി ഇറാനിന്റെ ശക്തി ഇല്ലാതാക്കുകയും ചെയ്യുക. പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് നൂറ്റാണ്ടിൽ പഴക്കമുള്ള എന്നാൽ ഡെമോഗ്രഫി കൊണ്ടും അതുപോലെ തന്നെ ജിയോഗ്രഫി കൊണ്ടും വളരെ സമ്പുഷ്ടമായ ഒരു രാഷ്ട്രത്തിനെ അങ്ങനെ തളർത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് അവരുടെ ആധുനിക ഇറാന്റെ രൂപീകരണത്തിന് ശേഷം നീണ്ട ഉപരോധം അവർ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ആഭ്യന്തരമായ പ്രശ്നമുണ്ടെങ്കിൽ പോലും എന്നാൽ പോലും അവർ റെസീലിയൻസിന്റെ ഭാഗമായി അവർ പ്രതിരോധവും അതിജീവനവും വളരെ ശക്തമായി നിലനിർത്തുന്നത് കാണാൻ കഴിയും. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഷിയ സുന്നി സെക്ടേറിയൻ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യവും കൂടാണ്. കാരണം അവിടെ ഒട്ടുമിക്ക അന്താരാഷ്ട്ര ഇസ്ലാമിക ബോഡികളിലും ഇറാൻ അവർ പ്രത്യേകം ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് OIC ആണെങ്കിലും അല്ലെങ്കിൽ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി എന്ന് പറയുന്ന വേൾഡ് മുസ്ലിം ലീഗിന്റെ ആ ഒരു സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ ലോക ഇസ്ലാമിക സംഘടനകളുടെ പണ്ഡിത സഭകളാണെങ്കിലും ഇറാനിന്റെ പ്രത്യേക സാന്നിധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് അടർത്തി മാറ്റാൻ കഴിയില്ല എന്നതുകൊണ്ട് ഈ ലിൻഡ്സേ ഗ്രഹാം പോലുള്ള ഇസ്ലാമോഫോബുകൾ തന്നെയായ അതായത് പ്രോ സയനിസ്റ്റ് ആയ അമേരിക്കൻ സെനറ്റർമാരുടെ സഹായത്തോടു കൂടി ഈ ഇപ്പോഴത്തെ ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ അത് ജനങ്ങൾ തള്ളിക്കളയുമെന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു ചർച്ചയിൽ ഒരു വെസ്റ്റ് ഏഷ്യൻ എക്സ്പേർട്ടിനോട് ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഇപ്പോൾ ഇസ്രായേൽ US കമ്പൈൻഡ് ഒരു അറ്റാക്കാണ് ഇറാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇറാൻ US-ന്റെ ബേസസിലേക്കും ഇസ്രായേലിലേക്കും അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മുഴുവൻ GCC കൺട്രീസും ഈ യുദ്ധത്തിൽ ഇറാനെതിരെ തിരിയുമെന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഓൾറെഡി GCC രാജ്യങ്ങൾ ഇപ്പോൾ US-നൊപ്പമാണ്. അവര് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഒന്നുമല്ല. അവർ ഇപ്പൊ US-നൊപ്പം നിന്നുകൊണ്ട് ഇറാനെതിരെ ഈ ആക്രമണത്തിൽ അവർ US-നൊപ്പമാണെന്നാണ് ആ എക്സ്പേർട്ട് പറഞ്ഞത്. ഈ ഒരു നിരീക്ഷണത്തെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇറാന്റെ തിരിച്ചടിയുടെ രണ്ടാമത്തെ ദിവസം തന്നെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ GCC രാഷ്ട്രങ്ങളുടെ ഒരു അലയൻസ് രൂപീകരിക്കാൻ പോവുകയാണെന്നും ഇറാനെതിരെയുള്ള ഒരു മുന്നൊരുക്കത്തിന് തയ്യാറാവുകയാണെന്നും പറയുന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ പിന്നീടുള്ള 2 ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ രാഷ്ട്രങ്ങളും ഈ ഇറാനിന്റെ അറ്റാക്കിനെ അവിടെ അപലപിച്ചെങ്കിൽ പോലും ഇറാന്റെ മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ ലെജിറ്റിമേറ്റീവായ ഒരു ടാർഗറ്റാണ് ഇത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകിയത്. പക്ഷേ ഓൾറെഡി തന്നെ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായി അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ഇറാനിനെ ചെറുക്കുക എന്നത് അവരുടെ ഒരു താല്പര്യത്തിന്റെ ഭാഗം കൂടാണ്. കാരണം അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങളെ പ്രാദേശികമായി പ്രതിരോധിക്കുന്ന ഏക രാഷ്ട്രം, ഖത്തറിനേക്കാളും കൂടുതൽ ഏക രാഷ്ട്രം അത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാനിന്റെ ഈ ഒരു സാന്നിധ്യത്തെ അല്ലെങ്കിൽ ഇറാനിന്റെ ഈ ഒരു അതിജീവനത്തെ ചോദ്യം ചെയ്യുക എന്നത് GCC നാടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എളുപ്പമുള്ള കാര്യം കൂടാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇറാൻ കൂടുതൽ GCC നാടുകളിലേക്ക് ആക്രമണം അഴിച്ചു വിടുകയാണെങ്കിൽ ഒരുപക്ഷെ ആ തരത്തിലുള്ള ഒരു സൈനിക മുന്നേറ്റം പോലും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നതിൽ സംശയമില്ല, എന്നതിൽ അത്ഭുതവുമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഹുർമുസ് പോലുള്ള പ്രധാന കടലിടുക്കുകൾ ഇറാൻ അടച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല ചുറ്റുപാടുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും അറ്റാക്ക് ചെയ്തും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായ നഷ്ടങ്ങൾ ഈ ഭാഗത്ത് വരുന്നു. ഇസ്രായേലിന്റെ നല്ല സമ്മർദ്ദം ഈ രാഷ്ട്രങ്ങളുടെ മുകളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു.
UAE അടക്കമുള്ള രാഷ്ട്രങ്ങൾക്കാണ് കൂടുതൽ അറ്റാക്ക് നേരിട്ടത്. കാരണം അബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായി UAE ആണ് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചത്. ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 ആ ഒരു അറ്റാക്കിന് മുമ്പ്, ഹമാസ് നടത്തിയ അറ്റാക്കിന് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് സൗദി പോലും ഇസ്രായേലുമായി ഒപ്പിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു എന്നതും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലി താല്പര്യങ്ങൾക്ക് ഒത്തുനിൽക്കുക എന്നത് ഇപ്പോൾ GCCയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ന്യൂ നോർമലായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഭാഗങ്ങളിലേക്ക് ഇറാൻ അറ്റാക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം ഈ GCC രാഷ്ട്രങ്ങളും ചേർന്ന് വരുന്ന ഒരു വളരെ ഗൗരവകരമായ ഒരു അവസ്ഥ സംജാതമാകും എന്നതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞു, താങ്കളുടെ ഗവേഷണ വിഷയമായിരുന്നു തുർക്കിയും സൗദിയും തമ്മിലുള്ള ബന്ധം. ഈ മൊത്തം സംഘർഷത്തിൽ തുർക്കി എവിടെയാണ് നിൽക്കുന്നത്? തുർക്കിയുടെ സ്റ്റാൻഡ് എന്താണ്? പൊതുവെ ഇറാൻ, ഖത്തർ, തുർക്കി എന്നതാണ് ഈ ഒരു സംഘർഷാവസ്ഥയിൽ മുഴച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം 2017 മുതൽ 20 വരെ നീണ്ടുനിന്ന ഖത്തർ ഉപരോധത്തിൽ ഖത്തറിനെ ആദ്യം സഹായിച്ചത് തുർക്കിയും പിന്നെ ഇറാനുമാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ, ഇറാൻ, തുർക്കി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് പോലും ആ ഒരു കാലങ്ങളിൽ രൂപപ്പെട്ടത് നമുക്ക് കാണാം. ഈ ഒരു വിഷയത്തിൽ ഇറാൻ്റെ ഒപ്പം തന്നെയാണ് തുർക്കി എന്നത്. പക്ഷേ ഇന്നലെ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കൻ ഫിദാൻ ഇറാനിൻ്റെ ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളിലേക്കുള്ള അറ്റാക്കിനെ അത് പരിമിതപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവന വരുന്നത് നമുക്ക് കാണാം. അത് സ്വാഭാവികമായും GCC രാഷ്ട്രങ്ങളോടുള്ള തുർക്കിയുടെ നയം ഒന്ന് വ്യക്തമാക്കുക എന്ന അടിസ്ഥാനത്തിലായിരിക്കാം പറഞ്ഞത്. എന്നാൽ ഇസ്രായേലി വിരുദ്ധമായ പോളിസി രൂപപ്പെട്ടത് മുതൽ, പ്രത്യേകിച്ച് 2000 മുതൽ ഇതുവരെയുള്ള തുർക്കിയുടെ രാഷ്ട്രീയത്തിൽ ഇസ്രായേലി വിരുദ്ധമായ നിലപാടാണ് തുർക്കിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക, ഇസ്രായേൽ സഖ്യകക്ഷികളുടെ ഈ ഇറാനെതിരെയുള്ള അറ്റാക്കിൽ ഇറാനൊപ്പമാണ് തുർക്കി നിൽക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല. പരമാവധി അന്താരാഷ്ട്ര മേഖലകളിലും ഡിപ്ലോമസി ഉപയോഗിച്ചുകൊണ്ടും മിലിറ്ററി ടാക്ടിക്സ് കൊണ്ടും തന്നെയും ഇറാനിനെ തുർക്കി സഹായിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, നേരത്തെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ ഈ തുർക്കി സൗദി ബന്ധത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചോദ്യം ചോദിച്ചത്. അവിടെ തുർക്കിയും സൗദിയും തമ്മിൽ നല്ല ബന്ധമാണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇറാനാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ട് തുർക്കി ഇറാനൊപ്പമാണ് നിൽക്കുന്നത്. കാരണം ഈ 2000 കൂടി AKP ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം AK പാർട്ടിയുടെ, പ്രത്യേകിച്ച് റജബ് തയ്യിബ് എർദോഗാന്റെ പ്രധാനപ്പെട്ട ഫോറിൻ പോളിസി ഐഡിയലായി അവർ സ്വീകരിച്ചത് പ്രത്യേകിച്ച് മുസ്ലിം ലോകത്തുള്ള ആക്രമിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളോട് കൂടി ചേർന്ന് നിൽക്കുക എന്നുള്ള സമീപനമാണ്. അതിൻ്റെ ഭാഗം കൂടാണ്, അവരുടെ ഫോറിൻ പോളിസി ഐഡിയയുടെ ഒരു ഭാഗമായിട്ടാണ് അവരിപ്പോഴും അത് പിന്തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ബഷാർ അൽ അസദിന്റെ ശക്തമായ അറ്റാക്കിന്റെ ഭാഗമായി സിറിയയിൽ നിന്ന് 3 മില്യണോളം ആൾക്കാർ ഈ തുർക്കിയിൽ അഭയം തേടിയപ്പോൾ അത് തുർക്കി അവരെ ഹാർദവമായി സ്വീകരിച്ചെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ ഇറാൻ സിറിയയുമായി ചേർന്ന് നിന്നത് പോലും നമുക്ക് ഒരു പക്ഷേ ശ്രദ്ധിക്കുന്ന ഒരു വസ്തുതയാണ്. ആ ഒരു വിഷയത്തിൽ ഇറാനോട് ശക്തമായ അഭിപ്രായ ഭിന്നത ഉള്ള തുർക്കി, എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ അറ്റാക്കിനെതിരെ ശക്തമായി അപലപിക്കുകയും ഇറാനൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. കാരണം ഭൗമരാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. എന്നതുകൊണ്ട് തന്നെ ഇറാനിനെ അപകടപ്പെടുത്തുന്നത് നിലവിൽ അമേരിക്കൻ സയനിസ്റ്റ് താല്പര്യങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ഒരു ശക്തമായ രാഷ്ട്രത്തെ ഇല്ലാതാക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ കൂടെ ചേർന്ന് നിൽക്കുക എന്നതാണ് തുർക്കി ഈ ഒരു സമീപനത്തിൽ സ്വീകരിക്കുന്നത്. എന്താണ് ഇറാൻ ഭരണകൂടം ഇറാനിലെ ജനങ്ങളോട് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒരുപാട് നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നിലവിൽ ഒരു കാലത്ത് ഇറാനിലെ ഭരണകൂടത്തിന് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇറാനിലെ ബാസാരി കമ്മ്യൂണിറ്റി എന്നും. ആ ബാസാരി കമ്മ്യൂണിറ്റി പോലും നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവിടെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ, ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇറാൻ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, ഇറാൻ ഭരണകൂടം അതിനെതിരെ എന്താണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം?
ഇറാനിൻ്റെ ആഭ്യന്തര വിഷയത്തെ ഇറാൻ ഭരണകൂടം വളരെ ജെന്യുവിനായി തന്നെ സമീപിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അവിടെ നടന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അതിൻ്റെ പ്രധാന കാരണം അമേരിക്കയുടെ ഈ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ഇറാൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ആ ഒരു ഉപരോധത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിലാണ് അവർ വിശദീകരിക്കുന്നത്. അത് ഇല്ലാതാവുകയാണെങ്കിൽ ഇറാന് നിലനിൽക്കാൻ കഴിയുമെന്നും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് അവർ ആലോചിക്കുന്നത്, അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇറാനിലുണ്ടായ പലതരം പ്രശ്നങ്ങളും അതിൻ്റെ പ്രധാന കാരണം പിന്നീട് വെളിവായി ഉണ്ടായി അത് മൊസാദിൻ്റെ നല്ല വർക്കായിരുന്നു, അത് ജോബായിരുന്നു എന്ന് വ്യക്തമായത്. കാരണം മൊസാദിൻ്റെ തലവൻ തന്നെ അത് ഈ ഒരു പ്രതിഷേധങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പ്രത്യേകം അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലും ഉണ്ടായെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, ഇറാൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാനിലെ ആരാധനാലയങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ഇറാനിൻ്റെ അല്ലെങ്കിൽ ഷീ വിശ്വാസത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഒരുപക്ഷെ സുന്നികളെക്കാളും കൂടുതൽ മുസ്ലിം സിംബലുകളോട്, ചിഹ്നങ്ങളോടും അവരുടെ ആരാധനാലയങ്ങളോടും ഇങ്ങനെയുള്ള വിഷയങ്ങളോടും കൂടുതൽ ഇമോഷണലായ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അങ്ങനെ ഇറാനിൽ പലവിധ ബഹളങ്ങളും മുമ്പ് പ്രശ്നങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഉണ്ടായിട്ട് പോലും ആരാധനാലയങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് ഈ ഒരു വിഷയത്തിൽ വെളിവായത്. രണ്ടാമത്, ഇറാന്റെ സെക്യൂരിറ്റി ഗാർഡ്സുകൾക്കെതിരെയുള്ള അറ്റാക്ക്, അതുതന്നെയും പിന്നീട് തെളിഞ്ഞത് പിന്നീട് ഈ പ്രശ്നങ്ങൾ അടങ്ങുകയും ധാരാളം മൊസാദ് ഏജന്റുമാരെ ഇറാൻ പിടികൂടുകയും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇറാനിൻ്റെ ഉള്ളിലെ അവിടുത്തെ ആഭ്യന്തര കലഹങ്ങൾക്ക് ഇസ്രായേൽ തന്നെ പിന്നിലായിരുന്നുവെന്ന് വെളിവായ ഒരു വസ്തുതയാണ്. അതായത് ഇറാനിൽ നേരിടുന്ന ജെനുവിനായ സാമ്പത്തിക പ്രതിസന്ധിയെ ആളിക്കത്തിക്കുകയും ജനങ്ങളെ അത് കൂടുതൽ വയലൻസായി ഒരു മാറ്റിയെടുക്കുകയും ചെയ്തത് ഇസ്രായേൽ ആയിരുന്നുവെന്നും ആ ഒരു സാന്നിധ്യത്തെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ജനാധിപത്യമില്ല എന്നും ആലോചിച്ച് നോക്കുക. വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് സ്വയം അവകാശപ്പെടുന്നത് ഇസ്രായേലാണ്. ഏത് ഇസ്രായേൽ? 1948 മുതൽ ഇന്ന് വരെ വംശീയ കൂട്ടക്കൊലകളിലൂടെയും ഉള്ളിൽ തന്നെയുള്ള ഡിസ്ക്രിമിനേഷനിലൂടെയും അത് യഹൂദന്മാർക്കിടയിൽ യഹൂദന്മാർക്കിടയിൽ ശക്തമായ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന, അറബ് ഫലസ്തീനികൾക്കെതിരെ ശക്തമായ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന, കൂട്ടക്കൊലകളുടെയും റേപ്പിൻ്റെയും ബേബി കുഞ്ഞുങ്ങളെ വധിക്കുന്നതും കുഞ്ഞുങ്ങളുടെ ബോംബിട്ട് കൊല്ലുന്നതിനെയും മാത്രം ചരിത്ര പശ്ചാത്തലമുള്ള ഒരു രാഷ്ട്രമാണ് ഈ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്നത്. അതുമാത്രമല്ല, ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയെ പോലും സ്വന്തം ഭാഗങ്ങളിലുള്ള ICE ഉപയോഗിച്ചുകൊണ്ട് ഇമിഗ്രേഷനെതിരെയുള്ള ശക്തമായ അറ്റാക്ക് എന്ന നിലയിൽ സ്വന്തം ജനതയെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സാഹചര്യം പോലും നമുക്ക് കാണാം. അപ്പോൾ ഏത് തരം ജനാധിപത്യത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് നോക്കുക. ഈ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു യൂറോ സെൻട്രിക് ആയ കാഴ്ചപ്പാടിൻ്റെ ഒരു അവസ്ഥയും കൂടിയിട്ടാണ്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, അത് ഇവിടെ ഇറാഖിനെതിരെ അറ്റാക്ക് നടത്തിയപ്പോൾ ഉപയോഗിച്ച ഒരു പദമാണല്ലോ വാർ ഓൺ ടെറർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അന്ന് ഇറാന്റെ കൂടെ തന്നെ ആക്സസ് ഓഫ് ഈവിൾ എന്ന നിലയിൽ ചേർത്തത് ഇറാഖിനെ ആയിരുന്നു. ആ സദ്ദാം ഹുസൈനെ നീക്കം ചെയ്യാൻ ഉപയോഗിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് WMD ഇറാഖിനുണ്ടെന്ന് പറഞ്ഞിട്ടാണ്, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇറാഖിന്റെ കയ്യിലുണ്ട്, സദ്ദാം ഹുസൈൻ്റെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു. അതായത് ഇന്ന് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ഉണ്ടാക്കുന്നു, നാളെ ഉണ്ടാക്കുന്നു, മറ്റന്നാൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് എന്ന് പറയുന്നത് പോലെ WMD ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത്. രണ്ടാമത് ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അത് ഈ പറയുന്ന അറ്റാക്ക് പോലും നടത്തിയത്. ഇതേ രണ്ട് അവകാശവാദങ്ങൾ തന്നെയാണ് ഇറാനെതിരെ അറ്റാക്ക് ചെയ്യുവാനും അമേരിക്കയും ഇസ്രായേലും ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിന്റെ കൗതുകകരമായ വസ്തുത. ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞു, താങ്കളുടെ മൂന്നാമത്തെ പുസ്തകം ഫലസ്തീൻ പ്രതിരോധ ചരിത്രവും ഭൗമരാഷ്ട്രീയവും ഈ അടുത്ത് റിലീസായി. എപ്പോഴൊക്കെ ഇറാൻ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഒരു പ്രധാന ടോക്കിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഫലസ്തീൻ പ്രശ്നം എന്നുള്ളത്. താങ്കളുടെ ഒരു പഠന ഏരിയ എന്ന നിലയിൽ കൂടെ നിലവിൽ പലസ്തീൻ പ്രശ്നം, പ്രത്യേകിച്ച് ഈ ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ഒരു ഡയറക്റ്റ് അറ്റാക്ക് നടത്തുന്ന ഈ സാഹചര്യത്തിൽ പലസ്തീൻ പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത്? ഈ ഇറാൻ അറ്റാക്കിന്റെ പ്രധാന കാരണവും ഫലസ്തീൻ തന്നെയാണ്. ഫലസ്തീൻ ആയിരുന്നു മുമ്പും, ഫലസ്തീൻ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലങ്ങളിലും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇറാനിയൻ റവല്യൂഷൻ ഉണ്ടാകുന്നത് പോലും
അമേരിക്കൻ ഇസ്രായേൽ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഫലസ്തീൻ വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽ ഫലസ്തീനിലും ലബനാനിലും സിറിയയുടെ ഭാഗങ്ങളിലും അറ്റാക്ക് നടത്തുമ്പോഴെല്ലാം ഇറാൻ ആ പ്രദേശങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിന് പ്രധാന സഹായിയായി വരുന്നത് ഇറാൻ തന്നെയാണ്. അതുപോലെ തന്നെ സിറിയയിൽ ഒരു തരത്തിൽ ആന്റി സയനിസ്റ്റ് ആയിരുന്നു ബഷാർ അൽ അസദ്. പലതരത്തിലുള്ള പ്രാദേശികമായ നീക്കുപോക്കുകൾ ബഷാർ അൽ അസദുമായി ഈ സയനിസ്റ്റ് രാഷ്ട്രം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും ആന്റി സയോണിസ്റ്റ് ലോബിയിലെ പ്രധാനിയായിരുന്നു ബഷാർ അൽ അസദ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആ ഒരു മേഖലയിൽ ഇസ്രായേൽ വിരുദ്ധ കക്ഷിയുടെ ഭാഗമായി സിറിയയെ സഹായിക്കും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ ഫലസ്തീനിലെ പ്രധാനപ്പെട്ട പോരാളി സംഘടനകളായ ഹമാസ്, ഇസ്ലാമിക് ജിഹാദി എന്നിവരുടെ ഒരു തരത്തിലുള്ള ആത്മീയ, ഒരു രാഷ്ട്രീയ, പ്രാദേശിക, സാമ്പത്തികമായ പലവിധ മേഖലകളിൽ ഒരു സഹായിയായി ഇറാൻ നിലനിന്നതും നമുക്ക് കാണാം. ഇതുകൊണ്ട് തന്നെയാണ് ഏകദേശം 900 മുതൽ ഇന്ന് വരെ പതിറ്റാണ്ടുകളായി ബെഞ്ചമിൻ നെതന്യാഹു അയാൾക്ക് കിട്ടുന്ന ഓരോ പബ്ലിക് വേദികളിലും ഇറാൻ ആയുധമുണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് നമുക്ക് കാണാം. അതായത് 1900-ങ്ങളിൽ അദ്ദേഹം നടത്തുന്നു, 2000-ൽ നടത്തുന്നു, 2010-ലും ഓരോ 2-3 വർഷത്തിനിടയിലും അടുത്ത ആഴ്ച തന്നെ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നു. അതിന് കാരണം ഏക ന്യൂക്ലിയർ ബോംബ് ഉള്ളത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങളോടൊപ്പം ശക്തമായ മറ്റൊരു രാഷ്ട്രം, അത് മുസ്ലിം പ്രദേശത്തു നിന്നൊരു രാഷ്ട്രം ഉണ്ടാവാൻ പാടില്ല എന്നത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ചേർത്ത് പറയുന്ന 2 രാഷ്ട്രങ്ങളും കൂടാണ്, ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് തുർക്കിയും. കാരണം ഇറാനെതിരെയുള്ള അറ്റാക്കിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ എപ്പോഴൊക്കെ നെതന്യാഹു സംസാരിക്കുന്നു അപ്പോഴൊക്കെ പാകിസ്ഥാനെയും ചേർത്ത് പറയുന്നത് നമുക്ക് കാണാം. അത് മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ ഫലസ്തീനികൾക്കൊപ്പം നിൽക്കുന്ന തുർക്കിയെയും ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. അതായത് പല ഇസ്രായേലി നേതാക്കന്മാരും മുന്നിൽ വരുന്നത് ന്യൂ ഇറാനാണ് തുർക്കി എന്ന രീതിയിലുള്ള പ്രസ്താവന വരുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഈ വിഷയം അവിടെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഫലസ്തീൻ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇറാൻ എന്ന ഒരു രാഷ്ട്രത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഫലസ്തീൻ സംസാരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇറാനെതിരെയുള്ള ഈ ആക്രമണം കടുപ്പിക്കാനും പ്രധാനപ്പെട്ട കാരണമാവുന്നത്. പ്രീഎംപ്റ്റീവ് വാർ എന്ന പേരിൽ ഒരു പ്രകോപനവും ഇല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് പോലും ഫലസ്തീൻ അനുകൂല നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇത്ര നേരം നമ്മളോടൊപ്പം ഇറാൻ, ഇസ്രായേൽ, US യുദ്ധം, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ മറ്റു പല വിഷയങ്ങളും നമ്മളോടൊപ്പം സംസാരിച്ചത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ JBS സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസിലെ അധ്യാപകനായ ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞുമാണ്. ടൈം ലൈൻ കോൺവെർസേഷനിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് നന്ദി ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞു. താങ്ക് യു.